രാഹുലിൻ്റെ പാലക്കാട്ടെ വസതിയിൽ പോലീസ് ഇന്ന് റെയ്ഡ് നടത്തി. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു സ്ഥലം പാലക്കാട്ടെ ഫ്ലാറ്റിലാണ് എന്നാണ് പുറത്തു വരുന്ന കാര്യം. അതുകൊണ്ട് അവിടെ അദ്ദേഹം താമസിക്കുന്ന ആ പാലക്കാട്ടെ ഫ്ലാറ്റിൽ ഇന്ന് തിരുവനന്തപുരം പോലീസ് എത്തി. അവിടെ എല്ലാം പരിശോധിച്ചു. അവിടെ 2 മൊബൈൽ ഫോണ് ഓണും ഓഫും ആക്കി സ്വല്പനേരം വെച്ചിരുന്നു. അത് പോലീസ് റിക്കവർ ചെയ്തോ ഇല്ലെന്നറിയില്ല. എന്തായാലും അവിടെ പരിശോധിച്ച് മഹസറൊക്കെ തയ്യാറാക്കി. കൃത്യസ്ഥലം മഹസറാണ് അവിടെ തയ്യാറാക്കിയത്. ആ പെൺകുട്ടി അവിടെ എല്ലാം ചൂണ്ടിക്കാണിച്ചു, സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ താമസിച്ച ഏത് മുറിയിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്ന് മനസ്സിലാവുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. കോയമ്പത്തൂരും അത് മധുരയിലോ അവിടെയൊക്കെ പോയിരിക്കാം എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. പക്ഷേ എങ്ങും പോകാനുള്ള സാധ്യത കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ പോയാൽ ആൾക്കാർ തിരിച്ചറിയും. പോലീസ് ഏതായാലും ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിന് പത്രക്കാരെല്ലാം പോലീസ് ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നു, അറസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നൊക്കെ വാർത്ത വരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അന്വേഷണത്തിലെ ഒരു കഴമ്പുണ്ടെങ്കിലേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തു. ഇനി കൃത്യസ്ഥലം മഹസർ എഴുതണം. അതിനുശേഷം സാക്ഷികളെ കണ്ട് ചോദിക്കണം. അതിനുശേഷം വളരെ പെട്ടെന്നൊന്നും അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നത്. കാരണം വോയിസ് ടെസ്റ്റ് ചെയ്യണം. കാരണം അത് പെൺകുട്ടിയുടെ വോയിസ് ആണോ? ആ കുട്ടി കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ചാനലിലെല്ലാം കേട്ടു. അപ്പോൾ ആ വോയിസ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ആണോ, ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും വെച്ച് വല്ലവരും പറഞ്ഞതാണോ? അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊരു രാഹുൽ മാങ്കൂട്ടം അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾ ഒരു പെൺകുട്ടിയെ ചീത്തയാക്കി എന്നൊക്കെയുള്ള ഒരു വിവരം ഒരു സിനിമാ നടി ചാനലിലും യൂട്യൂബിലൊക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അനക്കമില്ല. ഒരു 2-3 മാസം മുമ്പാണ് ആ സംഭവം. അതിനുശേഷം ആ പെൺകുട്ടി രംഗത്ത് വന്ന് മുഖ്യമന്ത്രിയെ പോയി നേരിട്ട് കണ്ടൊരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. അത് ഒരു ടീം ഫോം ചെയ്തു. ഇപ്പം നേമം പോലീസ് സ്റ്റേഷനിലാണ് ആ കേസിൻ്റെ അധികാരപരിധി. കേസ് അന്വേഷണമായിട്ട് നേമം പോലീസും ആ ടീമും മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വിഭാഗത്തിന് ഇപ്പം കോൺഗ്രസ്സിൽ വന്നിരിക്കുന്ന നേരത്തെ BJP-കാരനായിരുന്ന സന്ദീപ് വാര്യർ ആ വിഭാഗത്തിൽ പങ്കെടുത്തു. ആ പെൺകുട്ടിയും ആ പയ്യനും സന്ദീപ് വാര്യരും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ കാണാം. അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഏതായാലും അതിന് തർക്കമില്ല. ആ പെൺകുട്ടി വിവാഹിതയാണ്. അതിനുശേഷം ആ പെൺകുട്ടി ഇയാളുമായിട്ട് വലിയ ബന്ധമില്ല എന്നൊക്കെ പെൺകുട്ടി പറയുന്നെങ്കിലും ഒരു വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നു. അത് ഏത് മതത്തിൻ്റെ ആയാലും അവരുടെ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ വെച്ച് നടന്നാൽ ആ വിവാഹം വാലിഡാണ്. നാട്ടുകാരെ വിളിച്ചു കൂട്ടി ബന്ധുക്കൾ തമ്മിൽ ചേർന്ന് ഒരു വിവാഹം നടത്തുന്നതാണ്. ഹിന്ദു മാരേജ് ആക്റ്റും ക്രിസ്ത്യൻ മാരേജ് ആക്റ്റും അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ആക്റ്റും അനുസരിച്ച് അത് വാലിഡായ ഒരു വിവാഹമാണ്. പിന്നെ അത് അവർ തമ്മിൽ ചർച്ചയില്ലാതെ വിവാഹബന്ധം ഒഴിഞ്ഞു എന്ന പെൺകുട്ടി പറയുന്നുണ്ട്. അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ആ വിവാഹം ഒഴിയണമെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രണ്ടുപേരും ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്ച്വലായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇപ്പം 4-ാം ദിവസം അല്ല 5-ാം ദിവസം ഒഴിഞ്ഞ് ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തി എന്ന് പറഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. ലീഗലായിട്ട് വേണം അത് ഒരു വാലിഡിറ്റി ഉണ്ടാക്കാൻ. അപ്രകാരം നടന്നോ ഇല്ലയോ എന്ന് ഇതുവരെ നമുക്ക് വിവരങ്ങളില്ല. മറ്റൊരു കാര്യം, ഇതിൻ്റെ വോയിസ് രണ്ടുപേരെയും ടെസ്റ്റ് ചെയ്യണം. ആ വോയിസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം. കൃത്യസ്ഥലം മാത്രം ചാടിക്കേറി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിനകത്ത് ഒരു റേപ്പ്
സെക്ഷൻ പറയുന്നുണ്ട് 64 BNS. റേപ്പ് വിവാഹേതര ഒരു ബന്ധം ഒരു സ്ത്രീക്കുണ്ടായാൽ അത് റേപ്പിൻ്റെ പരിധിയിൽ വരാനുള്ള സാധ്യത കുറവാണ്. ആ ബന്ധം ഒരു കോൺസെൻഷ്യൽ ബന്ധമാണ്, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ്. അപ്പോൾ അതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് റേപ്പ് ഈ കേസിനകത്ത് രാഹുലിൻ്റെ പേരിൽ ആരോപിച്ചിരുന്നെങ്കിലും അതിനൊരു വാലിഡിറ്റി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ്. അത് സുപ്രീം കോടതി അതിനകത്ത് അടുത്ത കാലത്തും വീണ്ടും ചില ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഇൻവാലിഡാണ്. അത് തന്നെയല്ല, അവർ വിവാഹിതയാണ്, വിവാഹേതര ഒരു ബന്ധമാണ്, അതിനൊരു ഒഫൻസായിട്ട് കണക്കാക്കാനും പറ്റില്ല. അപ്പോൾ റേപ്പ് സെക്ഷൻ നിലനിൽക്കത്തില്ല. പിന്നെ മിസ്കാരിയേജാണ്. മിസ്കാരിയേജ് ആ പെൺകുട്ടി പറയുന്നത് ഒരു ടാബ്ലറ്റ് തന്നു, പിന്നീട് ഒന്നുകൂടെ തന്നു, അങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെയാണ് ആ പെൺകുട്ടി പ്രഗ്നൻ്റായ ഭ്രൂണത്തിനെ നശിപ്പിച്ച 2ാം മാസത്തിൽ നശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മെഡിക്കൽ അറ്റൻഷൻ വന്നിട്ടുണ്ട് അതിനകത്ത്. ആ കുട്ടി പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആയപ്പം മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോയി, 1-2 ഹോസ്പിറ്റലിൽ പോയെന്നാണ് പറയുന്നത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്ലീഡിങ് ആണ്, അത് ക്രിമിനൽ അബോർഷൻ കൊണ്ടാണ്, 2 ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണ് ഗുളികയെന്ന് ചിലപ്പോൾ പെൺകുട്ടി ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ക്രിമിനൽ അബോർഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ഒത്തിരി ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമുണ്ട്. ഓറൽ ടാബ്ലറ്റാണോ കഴിച്ചത്, അതോ സെർവൈക്കലായിട്ടാണോ? അപ്പോൾ അങ്ങനെ വരുമ്പം വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. വായിക്കൂടെ ഉള്ള ടാബ്ലറ്റ് അങ്ങനെ കഴിച്ചോ, അത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഓറലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ. കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ കൂടെ പോയിട്ട് വേണം ഇത് അബോർട്ട് ചെയ്ത് കളയാൻ. അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലീഡിങ് ഒക്കെ അസാധാരണ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെയല്ല, പെൽവിക് ഏരിയയിലെ അല്ലെങ്കിൽ സെർവൈക്കൽ രീതിയിലുള്ള ടാബ്ലറ്റാണോ ആ രീതിയിലുള്ള ഒരെണ്ണമാണോ കഴിച്ചത്, അത് ഇനി കൃത്യത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുണ്ടായ ഒരു ബ്ലീഡിങ്, അതിന് കാരണക്കാർ അവരാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫീച്ചസ്, ആ ഭ്രൂണം ഇപ്പോൾ ഇല്ല. ആ ഭ്രൂണം ഉണ്ടെങ്കിൽ മാത്രമാണ് DNA എടുക്കാൻ കഴിയുള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയിട്ട് ടാലി ചെയ്യണം അയാളെ പ്രതിയാക്കണമെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ടാലി ചെയ്യണം. ഇല്ലെങ്കിൽ ഇവർ 2 പേരുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആണെന്ന് അത് DNA നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാധ്യതയില്ല. ആ ഭ്രൂണം നശിപ്പിച്ചപ്പം, അത് ബ്ലീഡ് ചെയ്ത് പോയപ്പം അതിലൊന്നും അവശേഷിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഇവർ റേപ്പ് ചെയ്തു എന്ന് ആരോപിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സെർവൈക്കൽ ഏരിയയിൽ അവർക്ക് ഇഞ്ചുറി ഉണ്ടാകണം. ആ ഇഞ്ചുറി ഇനിയൊന്നും കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ്. 2 മേജർ സെക്ഷൻ, ഒന്ന് 64 BNS, അത് റേപ്പാണ്. പിന്നെ ക്രിമിനൽ അബോർഷൻ 89 BNS. ഇത് രണ്ടും നിലനിൽക്കത്തില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അത് തന്നെയായിരിക്കണം കോടതിയിലും അവർ പറയാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടനടി അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസിന് ഇപ്പം ഒരു തീരുമാനമില്ല, അല്ലെ ഗവൺമെൻറ്റിനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിയമപരമായി അദ്ദേഹം നീങ്ങിയിട്ടുണ്ട് കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന്. അപ്പോൾ ആ മുൻകൂർ ജാമ്യത്തിൻ്റെ വിവരം അറിയണം. അതിൻ്റെ ഇടയ്ക്ക് കയറി അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിലും, കോടതി വിലക്കിയിട്ടില്ലെങ്കിലും അതൊരു ഇൻസൾട്ടായിട്ട് തന്നെ കോടതിക്ക് തോന്നാം. കാരണം കോടതി അത് പരിഗണിക്കുകയാണ്. കാരണം അത്ര ഒരു അർജൻസി ഇതിനകത്തുണ്ടോ? ആ കുട്ടി നോർമലാണ്, അത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇപ്പം ഹെൽത്തിയാണ്. കാരണം ഒരു ക്രിമിനൽ അബോർഷനൊക്കെ ഉണ്ടായാലും ഒരു 2 ആഴ്ചത്തെ റെസ്റ്റ് കൊണ്ട് അത് സാധാരണഗതിയിൽ മാറും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ ഈ ഒരു കേസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒളിവിൽ പോയത് നന്നായി. കാരണം പോലീസ് ചടിക്കടി അറസ്റ്റ് ചെയ്യില്ല. മറ്റൊന്ന്, ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി ഒരു ഒഫൻസ് നടന്നുവെന്ന് പൂർണ്ണ ബോധ്യപ്പെട്ട ശേഷം മാത്രം അറസ്റ്റ് ചെയ്യുന്നതാണ് ഉചിതം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ആ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല, MLA ആയതുകൊണ്ട്. അത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്പീക്കറെ ഒന്ന് അറിയിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു.
രാഹുൽ മാങ്കൂട്ടം ഏതായാലും സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. കോടതിയുടെ ആക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് മുമ്പിൽ ഹാജരാകും. മറ്റൊരു കാര്യം, ബെയിൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലോട്ട് പോകും. ഇമ്മീഡിയറ്റ് ഹൈക്കോടതി പരിഗണിക്കും. കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ബെഞ്ചിലായിരിക്കും അത് വരുന്നത്. അവിടെ കൂടെ നടന്നില്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതി പോകും. അതുകൊണ്ട് അത്രയും സമയം ഏതായാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവില്ലാത്തതുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ കോടതിയെ ധിക്കരിച്ചു എന്നൊരു ആരോപണം തീർച്ചയായിട്ടും, കാരണം കോടതി പരിഗണിക്കുന്ന സമയത്ത് കയറി അറസ്റ്റ് ചെയ്തത് അത്ര നല്ലതല്ല. അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകാം. അങ്ങനെ ഒരു കേസിനകത്ത് ഞാൻ അങ്ങനെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോയിട്ടുണ്ട്. കാരണം ആക്റ്റീവ് കൺസിഡറേഷനാണ് കോടതിയുടെ പരിഗണനയിൽ ജാമ്യത്തിൻ്റെ കാര്യം. അപ്പം പോലീസ് കയറി അറസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും കോടതി തീരുമാനം എന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതിനകത്ത് വരും. അതുകൊണ്ട് ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗമനം ബുധനാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ എന്താണ് കോടതിയിലെ തിരുവനന്തപുരം ജില്ലാ ജഡ്ജി എന്ത് തീരുമാനിക്കുന്നു, ജാമ്യം കൊടുക്കണോ വേണോ, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനാണോ കൊടുക്കുന്നത്, പോലീസിന് മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് അവിടെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബെയിൽ കൊടുക്കണോ എന്നുള്ള. കാരണം നിയമപരമായി 2 മേജർ സെക്ഷൻ പറയുന്നുണ്ട്. 7 വർഷം വരെ തടവ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന 2 സെക്ഷനും നിയമപരമായി നിലനിൽക്കാത്തത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ ജാമ്യത്തിൽ, ബാക്കിയൊക്കെ 3 വർഷത്തിനകത്തുള്ള ശിക്ഷ വരുന്നതാണ്. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉണ്ടെന്ന് പറയുന്നു. അത് തെളിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ 66 IT ആക്ട് അത് ബെയിലബിളാണ്. അതോടൊപ്പം തന്നെ അത് കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്തെന്നാണ്. അപ്പോൾ ഏത് കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായത് അത് മൊബൈൽ ഫോൺ ആയിരിക്കാം. ഏതെങ്കിലും രീതിയിൽ മൊബൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അതിനുള്ള എവിഡൻസ് ഒന്നും ഇതുവരെ വന്നതായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ബുധനാഴ്ച ഈ കേസിൻ്റെ തീരുമാനം ഏത് ദിശയിലേക്ക് പോകും എന്ന് നമുക്കറിയാം.